വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ഷേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദൈവവചനം ഏതെന്നല്ലേ? ഇത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ്. പ്രത്യേകിച്ച് അമ്മമാര് മക്കളോട് എന്തെങ്കിലും ഒരു പണി പറയുമ്പോൾ ഉടനെ മക്കൾ പറയുന്ന ഒരു ദൈവവചനമാണിത്. വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്ന സുവിശേഷം അധ്യായം 6 26 വാക്യം ഇപ്രകാരം പറയുന്നു: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും ദൈവമായ കർത്താവ് അവയെ തീറ്റിപ്പൂട്ടുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഇതാണ് ആ ദൈവവചനം. ഈ ഒരു വചനം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്നൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ദൈവവചനമാണിത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: മറ്റ് എല്ലാ ജീവജാലങ്ങളെക്കാളും എത്രയോ വിലപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവമായ കർത്താവ് നമ്മളുടെ ഓരോരുത്തരുടെയും സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു വാഗ്ദാനവും ഈ ഒരു വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളുടെ രക്ഷയുടെ പാത തുറന്നു തന്നിരിക്കുന്നത് എങ്ങനെയെന്ന് ഈ ഒരു വചനം നമുക്ക് നിർവചിച്ചു തരുന്നുണ്ട്. അതായത് അന്നന്നത്തെ കർമ്മങ്ങൾ ചെയ്ത് അവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് രക്ഷയുടെ പാതയിലൂടെ നടക്കുക എന്നതാണ് ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നത്. അതായത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനനുസൃതമായി ഒരുപാട് യാതനകളും വ്യതകളും അതുപോലെ വേദനകളും എല്ലാം വരുമെങ്കിലും അവയിലേക്കൊന്നും പോകാതെ, അല്ലെങ്കിൽ ഓരോ സഹനങ്ങളും കർത്താവിന്റെ തിരുകുരിശിനോട് സമർപ്പിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പൊ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബിനിയാണെങ്കിൽ, ഒരു ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാകട്ടെ, എല്ലാവർക്കും ഓരോ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പൊ ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ പഠിക്കുക എന്നതാണ് ആ കുട്ടിയുടെ കർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ കർമ്മങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അതിനോട് അനുസൃതമായിട്ട്, അതായത് നമുക്ക് ഒരുപാട് യാതനകൾ ഉണ്ടാകും, ടെൻഷൻസ് ഉണ്ടാകും, വറീസ് ഉണ്ടാകും, എൻസൈറ്റീസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള എല്ലാ യാതനകളും അല്ലെങ്കിൽ ആകുലതകളെല്ലാം നമ്മൾ കർത്താവിന്റെ തിരുക്കുരിശിലേക്ക് സമർപ്പിച്ച് നമ്മൾ നമ്മളുടെ കർത്തവ്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് ഈ ഒരു വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നമ്മളുടെ യാതനകളും സഹനങ്ങളും എല്ലാം കർത്താവ് ഏറ്റെടുത്തുകൊള്ളും. നമ്മൾ അതിലേക്ക് യാതൊരു വിധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനം. അപ്പോൾ ഈ ഒരു വചനം ഒന്നും കൂടി ആഴത്തിൽ പഠിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6 26 വാക്യം ഇപ്രകാരം പറയുന്നു: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ മറ്റൊരു വചനവുമായി വീണ്ടും വരാം.